എല്ലാരും കാര്യം നടക്കാൻ പോകുമ്പോ വലിയ കാര്യമായോണ്ടാ, ചെറിയ കാര്യമായിരുന്നേ കുഴപ്പമില്ല. കാലൊക്കെ സമാധാനമായിട്ടിരിക്കും. വിറയ്ക്കുന്നേ ഡോക്ടർ PV ചെയ്യാൻ വരും. എനിക്ക് പേടിയാ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഒരുപാട് പേടിയും അവസാനം ഒരുപാട് സന്തോഷവും നമുക്ക് തന്ന ഒരു വീഡിയോ ഇന്ന് ഞാൻ യൂട്യൂബിൽ കാണാൻ വേണ്ടി ഇടയായി. ഏതാണല്ലേ നമ്മുടെ ദിയ കൃഷ്ണ OC ടോക്കീസ് പങ്കുവെച്ച അവരുടെ ലൈവ് ഡെലിവറി വീഡിയോ. ഒരുപാട് ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഒരു ദിവസം കൊണ്ട് ഏകദേശം 5 മില്യണോളം ആൾക്കാരാണ് ആ വീഡിയോ കണ്ടത്. അത് മോശമായിപ്പോയി, അതങ്ങനെയായിപ്പോയി, ഇങ്ങനെയായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വൃത്തികെട്ട കമൻ്റ് ഇടുന്ന നാറികളെ നമ്മൾ കണ്ടു. അതൊന്നും നമ്മൾ മൈൻഡ് വെക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം ഇത്തരം വീഡിയോകൾ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് എനർജറ്റിക് ആയിട്ടുള്ള വീഡിയോ ആണ്. നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ വരുന്ന തലമുറയ്ക്കും അതുപോലെ തന്നെ പെൺകുട്ടികൾക്കും എല്ലാം എന്താണ് പ്രസവം, അതിനെക്കുറിച്ച് നല്ല ഒരു അവബോധം കൊടുക്കുന്ന നല്ല ഒരു അടിപൊളി വീഡിയോ തന്നെയായിരുന്നു അത് എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും അതിന് നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഭർത്താവായ അശ്വിനെയും അതുപോലെ തന്നെ കൃഷ്ണകുമാർ ചേട്ടനെയും അതുപോലെ തന്നെ ദിയയെയും നമ്മൾ ബിഗ് സല്യൂട്ട് തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുകയാണ്. വളരെ നല്ലൊരു വീഡിയോ ആയിരുന്നു. നമ്മളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, നമ്മുടെ അമ്മമാരൊക്കെ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാണ് അവർ പ്രസവിക്കുന്നത്. ഒരുപാട് യാതനകളും അതുപോലെ തന്നെ ഒരുപാട് വേദനകളും ഒരുപാട് ബുദ്ധിമുട്ടുകളും എല്ലാം അനുഭവിച്ചിട്ടാണ് പ്രസവിക്കുന്നത്. പറഞ്ഞു കേട്ട ഒരു അറിവ് മാത്രമേ എന്നെ സംബന്ധിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ ദിയയുടെ പ്രസവം ഞാൻ ലൈവായിട്ട് ആ ചാനലിൽ ആ വീഡിയോ വന്ന സമയത്ത് കണ്ടപ്പോൾ ശരിക്ക് നമ്മൾ പ്രസവിക്കുന്ന ഒരു ഫീലിംഗ് നമുക്ക് ആ വീഡിയോയിൽ നിന്ന് കിട്ടി. കണ്ണ് നിറഞ്ഞു പോയി എന്നുള്ളതാണ് സത്യം. ശരിക്കും നമുക്കൊരു സഹോദരിയെ കിട്ടിയതുപോലെ തോന്നിപ്പോയി. വളരെ സന്തോഷം തോന്നി. ഇത് തന്നെയാണ് നമ്മളൊരു ഫാമിലി ബ്ലോഗ് തീർച്ചയായിട്ടും വളരെ അപ്പോഴാണ് അതൊരു വിജയത്തിലെത്തിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരമ്മ എത്രമാത്രം പെയിൻഫുള്ളാണ്, എത്രമാത്രം വേദന അനുഭവിച്ചു കൊണ്ടാണ് അവരുടെ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് എന്നും അത്രമാത്രം വേദന കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ആ കുട്ടിയുടെ മുഖം കാണുമ്പോൾ ആ അമ്മയുടെ മുഖത്ത് ഉണ്ടാവുന്ന ഒരു തെളിച്ചം, ഒരു വെളിച്ചം എന്നൊക്കെ പറയുന്നത് ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒന്ന് തന്നെയാണ്. അതൊന്ന് കാണണമെങ്കിൽ തീർച്ചയായിട്ടും ദിയയുടെ ആ പ്രസവ വീഡിയോ നമ്മൾ കാണുക തന്നെ വേണം. തീർച്ചയായിട്ടും ഇതുവരെ ആ വീഡിയോ കാണാത്ത ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. ലൈവായിട്ട് നിങ്ങൾക്ക് ഒരു 3 മിനിറ്റുള്ള വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ കാണുക. പുഷ് ചെയ്യണം ബേബി പുഷ് എനർജിയിൽ പുഷ് ചെയ്തിട്ട് ഒന്നുമില്ലടാ. പുഷ് ഒന്നുമില്ലടാ മക്കളെ പുഷ് ഇപ്പൊ കഴിയും, ഇപ്പൊ കഴിയും. ഒന്ന് സഹിച്ചിട്ടേ ഇപ്പൊ കഴിയും. പേരുള്ളപ്പോ മാത്രമേ അയ്യോ ഡോക്ടറുണ്ട്. അമ്മ അമ്മ പറ്റുന്നില്ല. അമ്മ ശ്വാസം നീട്ടി വലിച്ചെടുത്ത്, ശ്വാസം നീട്ടി വലിച്ചെടുത്ത് ദിയ. ഗുഡ് 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 ഗുഡ്. അതുപോലെ ചെയ്തേ. ഒന്നുമില്ലടാ. ഇല്ല ഇല്ല ഒന്നുമില്ല. എനിക്ക് അങ്ങോട്ടൊരു എനിക്ക് പുഷ് ചെയ്യാൻ പറ്റുന്നില്ല ഡോക്ടർ. അവിടെ കൺട്രോൾ ഇല്ലാത്ത പോലെ മകൾ പുഷ് കാലായിരിക്കും. അല്ല കാലായിരിക്കും ഫീൽ ചെയ്യുന്നില്ല, ഇല്ലാത്ത പോലെ. അപ്പൊ അല്ലാതെ Just stay happy and positive. Be very strong.
എത്ര സങ്കടകരമായ ഒരു അവസ്ഥയാണ്. ഒരുപാട് വിഷമം ആദ്യം നമുക്ക് തോന്നി. ആ കുട്ടി അനുഭവിക്കുന്ന വേദനയും അതുപോലെ തന്നെ കഷ്ടപ്പാടും അമ്മയോട് പറയുന്നതുമെല്ലാം ശരിക്ക് വളരെ കോരിത്തെരിച്ച് പോയി എന്ന് വേണം പറയാൻ. വളരെ പേടിച്ചു കൊണ്ടാണ് ഞാൻ ആ വീഡിയോ കണ്ടത് എങ്കിലും അവസാനം ആ സന്തോഷം, ആ മോനെ കാണുന്ന സമയത്തുള്ള ഒരു പ്രസന്നത, തീർച്ചയായിട്ടും അതെല്ലാം ആ വീഡിയോൻ്റെ അവസാനം വരെ കാണുന്ന എല്ലാവർക്കും മനസ്സിലാകും. ഇതുകൊണ്ട് തന്നെയാണ് ഈ 5 മില്യൺ ആൾക്കാർ ഒരു ദിവസം കൊണ്ട് കണ്ടത്. എന്നിട്ടാണ് ചില വൃത്തികെട്ടവന്മാർ അതിനെക്കുറിച്ച് കമൻറ്റ് പറയുകയാണ്. പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോലും, റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്തരം കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടുന്നത് എന്നൊക്കെ പറയുന്ന ചില വൃത്തികെട്ട മനുഷ്യന്മാരോട് എന്താണ് അവരോടൊക്കെ പറയുക. ഒന്നാമതായിട്ട് ഈ കുട്ടി എന്ന് പറയുന്നത് കൃഷ്ണകുമാർ സാറിൻ്റെ മകളാണ്. അത്ര പാവപ്പെട്ട, ജീവിക്കാൻ ഗതിയില്ലാത്ത കുടുംബത്തിൽ ജനിച്ച കുട്ടികളൊന്നുമല്ല എന്ന് നിങ്ങൾ ആദ്യമായിട്ടൊന്ന് മനസ്സിലാക്കണം. ഇതിയാ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞത് അത്യാവശ്യമല്ല, അതിൽ കൂടുതൽ സാമ്പത്തികമായിട്ട് നല്ല ഒരു നിലയിലുള്ള കുടുംബമാണ്. അവിടെ ജനിച്ച കുട്ടികൾക്ക് അത് യൂട്യൂബിലിട്ട് റീച്ച് ഉണ്ടാക്കി പൈസ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് അവരുടെ ഒരു പാഷനാണ്. പിന്നെ അവർ ചെയ്യുന്നത് അവരുടെ പ്രസവമാണ്, അവരുടെ സ്വന്തം കാര്യമാണ്, അവരുടെ സ്വന്തം ചാനലിലാണ് അവർ സംപ്രേഷണം ചെയ്യുന്നത്. നിങ്ങൾക്ക് മാത്രം സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം അത് പോയി കണ്ടാൽ മതി. എന്തിനാണ് അതിനെയൊക്കെ വിമർശിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ചില ബ്ലോഗർമാർ ബ്ലോഗ് ചെയ്യുന്നത് വരെ ഞാൻ കണ്ടു. സ്വന്തം പേഴ്സണൽ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ പുച്ഛം തോന്നിയ വീഡിയോകളാണ് അതൊക്കെ. കാരണം ഇതൊക്കെ തീർച്ചയായിട്ടും സമൂഹത്തിൽ ശരിക്കും ഞാൻ പറയുമ്പോൾ ഇത് പെൺകുട്ടികളല്ല കാണേണ്ടത്. ഈ വീഡിയോ കാണേണ്ടത് ശരിക്കും ഞങ്ങളെപ്പോലുള്ള ആണുങ്ങളാണ്. എന്താണ് ഒരു പ്രസവ വേദന എന്ന് നമ്മൾ ബുക്കിലോ അല്ലെങ്കിൽ പറഞ്ഞു കേട്ട ഒരു അറിവ് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഞമ്മക്കുള്ളൂ. ഇതുവരെ ഞാൻ യൂട്യൂബിലൊക്കെയാണ് അത്ര വീഡിയോകൾ കണ്ടിട്ടുള്ളത്. അത് നമുക്കൊരു ശരിക്കും അതൊരു ഉൾക്കൊള്ളാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. അതൊക്കെ ചെറിയൊരു സംഭവമാണ് എന്നാണ് ഞാനൊക്കെ മനസ്സിലാക്കി വെച്ചിരുന്നത്. കാരണം 3 ദിവസം കൊണ്ട് പ്രസവിച്ച് കഴിഞ്ഞ ശേഷം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ചെറിയൊരു പരിപാടിയാണ് എന്നാണ് മനസ്സിലാക്കി വെച്ചത്. പക്ഷേ അതൊന്നുമല്ല ഇത് എന്നും, ഇതാണ് ലോകത്തിൽ ഏറ്റവും വലിയ ഒരു വേദന നിറഞ്ഞ ഒരു സമയം ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം എന്ന് എനിക്ക് മനസ്സിലാക്കി തരാൻ തീർച്ചയായിട്ടും ഈ ദിയയുടെ വീഡിയോ തന്നെ വേണ്ടി വന്നു എന്നുള്ളതാണ്. അതിൽ തീർച്ചയായിട്ടും ഞാൻ അവരെ 100% 2 കൈയും അടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. അവരെയും അവരുടെ ഭർത്താവിനെയും അതുപോലെ തന്നെ അവരുടെ അച്ഛനെയും. തീർച്ചയായിട്ടും നല്ലൊരു വീഡിയോ തന്നെയാണ്. ഇതിനെക്കുറിച്ചൊരു അമ്മ, നമ്മുടെ ഡാനിസ് എന്ന് പറയുന്നൊരു യൂട്യൂബറുടെ അമ്മ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. നമുക്ക് അതിൻ്റെ 2 വാക്കുകളൊന്ന് കേൾക്കാം. അമ്മയുടെ അന്നത്തെ ഇതെന്ന് വെച്ചാൽ ഭയങ്കര വേദന, നമ്മുടെ ജീവൻ പോകാൻ പോകുന്നുള്ള കാര്യങ്ങളായിരിക്കും. അതായത് ഒരാൾ മരിച്ച് തിരിച്ചു വരുന്നതിന് തുല്യമാണ് ആ ഒരു ഇത്. ആ സമയത്ത് അവർ ദൈവത്തെ പോലെ കാണണം. പിന്നെ ഗർഭിണികളായിരിക്കുന്ന സ്ത്രീകളെ എന്താ എല്ലാവരും ബഹുമാനിക്കുകയും ഇത് ചെയ്യുന്നത്. ഒരു കുഞ്ഞിനെ ക്യാരി ചെയ്യുന്ന ഉടനെ അവള് ഒരു യഥാർത്ഥ അമ്മയായി കഴിയുമ്പോൾ, കാരണം എല്ലാം സവിച്ചാണ് ഒരു കുട്ടിയെ പുറത്തു കൊണ്ടുവരുന്നത്. അതായത് വെച്ചാൽ എന്തോ അതിന് പറയാൻ പറ്റത്തില്ല, നമുക്ക് അത്രമേൽ ഒന്നും പറയാൻ പറ്റത്തില്ല അതിനെപ്പറ്റി വിശദീകരണം തരാൻ. അത്ര വലിയൊരു സാഹസമാണ്. അതുകൊണ്ട് ആ അമ്മമാരെ എല്ലാവരും ദൈവത്തെ പോലെ കാണണം, അമ്മമാരെ സംരക്ഷിക്കണം. അത് ആൺകുട്ടികൾക്ക് അറിയത്തില്ല, ആണുങ്ങൾക്കും അറിയത്തില്ല ഇതിന്റെ തീവ്രത. അപ്പോൾ അമ്മ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ഈ പ്രസവം എന്ന് പറഞ്ഞാൽ ശരിക്ക് ഒരു മരണത്തിലേക്ക് പോയതിന് ശേഷം അതിൽ നിന്ന് തിരിച്ച് ജീവിതം കിട്ടി നമ്മൾ പോരുന്നത് പോലെയാണ് പോലും. അത്രയ്ക്ക് പെയിൻഫുള്ളായ ഒരു സംഭവമാണ് ഈ പ്രസവം എന്നാണ് ആ അമ്മ പറഞ്ഞു തരുന്നത്. കാരണം അമ്മയുടെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, അത്തരം അമ്മമാരെ നമ്മൾ ഒരു കാരണവശാലും ജീവിതത്തിൽ ഒരു നോക്കുകൊണ്ടോ അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ടോ ഒന്നുകൊണ്ടും വിഷമിപ്പിക്കാൻ വേണ്ടി പാടില്ല. അത്രയ്ക്കും അങ്ങനത്തെ ഒരു സന്ദർഭത്തിലൂടെയാണ് ആ അമ്മ കടന്നു പോകുന്നത് എന്നാണ് ആ അമ്മ പറയുന്നത്. തീർച്ചയായിട്ടും വളരെ വളരെ ശരിയാണ്. 100% അമ്മ പറഞ്ഞത് ശരിയാണ് എന്ന് ഈ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ആ അമ്മയുടെ വാക്കുകൾ ഞാനിവിടെ ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള കാരണം. തീർച്ചയായിട്ടും ഇത്തരം വീഡിയോകൾ നമ്മുടെ സമൂഹത്തിനും നമ്മുടെ നാടിനും നമ്മളെ കുട്ടികൾക്കും എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം. അല്ലാതെ ഇനിയുള്ള നമ്മളെ കുട്ടികൾക്കൊക്കെ പ്രസവം എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി ഈസിയായ ഒരു വാക്കോവറായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരം വീഡിയോകളെല്ലാം അവർ കണ്ടുകൊണ്ട് എന്താണ് പ്രസവം, എങ്ങനെയാണ് ലേബർ റൂമിൽ എന്തെല്ലാം കാര്യങ്ങൾ, എങ്ങനെയൊക്കെ പോയി തിരിച്ച് വരാം, അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഇത്തരം വീഡിയോകൾ നമ്മൾ സമൂഹത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് നല്ല കാര്യം തന്നെയാണ്. അതിനെയൊക്കെ പുച്ഛിക്കുന്ന ആൾക്കാരോട് നമുക്കും തിരിച്ച് പുച്ഛം മാത്രമേ ഉള്ളൂ. അവർ അവിടെ നിന്ന് കുരക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം നല്ല കാര്യങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുന്നത് യാതൊരു തെറ്റും ഇല്ല എന്ന് 100% അടിവരയിട്ട് പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്.
പിന്നെ ചില ആൾക്കാർ അതിനെ മതപരമായ രീതിയിലും മറ്റ് രീതിയിലെല്ലാം വക്രീകരിക്കുന്നത് നമുക്ക് കാണാം. അതിനെയൊന്നും നമ്മൾ ചെവിക്കൊള്ളേണ്ട യാതൊരു കാര്യവുമില്ല. നിങ്ങളെ സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങൾ ചെയ്ത ഈ ഒരു തീരുമാനം തീർച്ചയായിട്ടും വളരെ നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കണക്കിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഒരുപാട് പേർക്ക് ഉപകാരവും അതിലുപരി ഒരുപാട് ഇൻഫർമേഷൻ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാനും ഇതിൻ്റെ ഒരു പെയിനും ഇതിൻ്റെ ഒരു വേദനയും ഇതിൻ്റെ ഒരു ത്യാഗവും എത്രമാത്രം ഉണ്ട് എന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാനും നിങ്ങൾ കാട്ടിത്തന്ന ഈ ഒരു പ്രവൃത്തി തീർച്ചയായിട്ടും 2 കൈയും കൂട്ടി അടിച്ച് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണ്. ഇനിയും നല്ല വീഡിയോകൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. വീണ്ടും നല്ല വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ നന്ദി, നമസ്കാരം.